ഹായ് നമസ്കാരം. എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ പേരുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്ത് ടോപ്പിക്ക് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോഴാണ് 2-3 പേര് എന്നോട് റീസെൻ്റ്ലി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുക? അതായത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഒരുപാട് ജോബ് ഓഫർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കോൾ വരുന്നുണ്ട്. പക്ഷെ അത് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവർക്ക് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കോൺഫിഡൻസ് കുറവാണ്. അതുപോലെ ഫിയർ ഓഫ് ജഡ്ജിങ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു പേടിയാണ്. പിന്നെ ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷെ ആ നോളജ് ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ 8 വർഷം 9 വർഷമായിട്ടൊക്കെ ഈ ഒരു പേടി കാരണം ജോബ് കിട്ടാത്ത ആളുകളെ എനിക്കറിയാം. പേഴ്സണൽ സെഷനിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അവർക്കൊക്കെ ജോബ് കിട്ടി. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് എങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം, കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പേഴ്സണലി ജോബ് ചെയ്തിരുന്ന സമയത്ത്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്ന സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അപ്ലൈ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ കുറച്ച് ചെക്ക് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യത്തേത്, നമുക്ക് സൗണ്ട് നോളജ് വേണം. നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ IT ഫീൽഡിലാണെങ്കിൽ നിങ്ങളുടെ ഫീൽഡിനെ പറ്റി നല്ല നോളജ് നിങ്ങൾക്ക് വേണം. അതല്ല നിങ്ങൾ HR ആണെങ്കിൽ അങ്ങനെ, അല്ല നിങ്ങൾ സെയിൽസ് മാനേജർ ആണെങ്കിൽ, സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ എങ്ങനെ സെല്ലിംഗ് സ്കില്ലിനെ പറ്റി, അതുപോലെ നിങ്ങളുടെ ഫീൽഡ് എന്താണോ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡെപ്ത് നോളജാണ് ആദ്യം വേണ്ടത്. നോളജ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും കൂടെ കഴിയണം. അടുത്തത് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ഫുൾ പൊട്ടൻഷ്യലിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. കോൺഫിഡൻ്റ് അല്ലാത്തൊരു വ്യക്തി ഇൻ്റർവ്യൂവിന് വന്ന് സംസാരിക്കുന്ന സമയത്ത് അവർ ഇംപ്രസ്ഡ് ആവില്ല. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ഇംപ്രസ്ഡ് ആവില്ല. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബോഡി ലാംഗ്വേജിൽ നിന്നാണ് ആദ്യം തന്നെ ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നത്. ഷോൾഡർ ഓപ്പൺ ചെയ്യാൻ കഴിയണം, ഷോൾഡർ ഓപ്പൺ ചെയ്ത് നിൽക്കാൻ കഴിയണം. അതുപോലെ ബോഡി ലാംഗ്വേജ് മാച്ച് ചെയ്ത് സംസാരിക്കാൻ കഴിയണം. കണ്ണിൽ നോക്കിയിട്ട് ഐബോൾസിൽ നോക്കി സംസാരിക്കാൻ കഴിയണം. അതുപോലെ ചെറിയൊരു സ്മൈല് വെച്ച് സംസാരിക്കുക. അല്ലാതെ ദേഷ്യത്തോടെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഫേഷ്യൽ എക്സ്പ്രഷനായിട്ട് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ചെറിയൊരു സ്മൈല് വെച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോകണം. ആ ഒരു രീതിയിലോട്ട് നിങ്ങൾക്കായി മാറണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം റിലാക്സ്ഡ് ആവണം. ഫ്ലൈറ്റ് ഫൈറ്റ് മോഡിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് നല്ല സക്സസ്ഫുള്ളി പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആദ്യം കാം ഡൗൺ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കിയിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യാം. എപ്പോഴും ഇൻ്റർവ്യൂവിന് അവർ പറയുന്ന സമയത്തിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ എങ്കിലും, 30 മിനിറ്റ് മുന്നേ എങ്കിലും നിങ്ങൾ അവിടെ എത്തണം. കാരണം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഓടി കയറി ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാറിയിരുന്ന് ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിന് നിങ്ങൾക്ക് ബോക്സ് ബ്രീത്തിങ് സെലക്ട് ചെയ്യാം. അതാണ് ഏറ്റവും നമുക്ക് സ്ട്രെസ്സ് റിലീസ് ചെയ്യാനുള്ള ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും അതുപോലെ ഫ്ലൈറ്റ് ഫൈറ്റ് മോഡിൽ ആങ്സൈറ്റി ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്വാസം എടുത്ത് വിടേണ്ടത് വായിലൂടെ തന്നെയാണ്. ഇൻഹെയിൽ ത്രൂ യുവർ നോസ്, എക്സെയിൽ ത്രൂ യുവർ മൗത്ത്. അപ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ബോക്സ് ബ്രീത്തിങ് എന്താണ്? 4:4:4:4. നോട്ട് ചെയ്തോളൂ. 4:4:4:4. ഇൻഹെയിൽ ചെയ്യുമ്പം കൗണ്ട് ഓഫ് 4, ഹോൾഡ് ചെയ്യുക, കൗണ്ട് ഓഫ് 4, exhale through your mouth, count of 4, again hold on your belly, count of 4. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ബോക്സ് ബ്രീത്തിങ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്കൊരു 5 സൈക്കിൾ ചെയ്യാം. 5 സൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ
ഒന്ന് കാം ഡൗൺ ആവും, ബോഡിയൊക്കെ കാം ഡൗൺ ആവും, ഒന്ന് നമ്മൾ റിലാക്സ്ഡ് ആവും, നമുക്ക് സ്മൈൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഉള്ളിൽ നിന്ന് വരും. ഓക്കെ, എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു തോട്ടൊക്കെ വരാൻ തുടങ്ങും. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ജഡ്ജ് ചെയ്താലും ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും എന്നുള്ള രീതിയിൽ നിങ്ങളെ തോട്ട്സ് വരാൻ തുടങ്ങും. ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് ടോക്ക് ചെയ്യുകയും ചെയ്യാം, അഫർമേഷൻസ് പറയുകയും ചെയ്യാം. ഓക്കെ, അത് കൂടാതെ നേരത്തെ പറഞ്ഞ് ബോഡി ലാംഗ്വേജ് പറഞ്ഞതാണ്, ഐ കോണ്ടാക്ട് പറഞ്ഞതാണ്. ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡ്രസ് കോഡാണ്. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം. ഫോമൽസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ സെമി ഫോമൽ സെലക്ട് ചെയ്യാം, ഗേൾസ് ആണെങ്കിൽ ഗ്രൂം ചെയ്യണം, ഹെയർ ശ്രദ്ധിക്കുക, ലൈറ്റായിട്ട് നിങ്ങൾ മേക്കപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അപ്പം തന്നെ മിററിൽ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ആക്സസറീസ് ശ്രദ്ധിക്കുക. ബോയ്സ് ആണെങ്കിൽ അതുപോലെ ഗ്രൂമിങ് ചെയ്യുക, നല്ല രീതിയിൽ ഉള്ള ഔട്ട്ഫിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പിൻട്രസ്റ്റിലൊക്കെ നോക്കിയാൽ കിട്ടുന്നുണ്ടാവും ഇൻ്റർവ്യൂ ഔട്ട്ഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ റിസർച്ച് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ മാച്ച് ആവുന്ന രീതിയിലുള്ള ഔട്ട്ഫിറ്റ് സെലക്ട് ചെയ്യുക. ഷൂസും അതുപോലെ സെലക്ട് ചെയ്യുക. ഡ്രസ് കോഡ് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞാൽ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കയറുന്ന സമയത്ത് അവരെ വിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുക, വിഷ് ചെയ്യുക, സ്മൈൽ ചെയ്തുകൊണ്ട്. അത് തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ്. കയറി ചെല്ലുമ്പം തന്നെ സ്മൈൽ ചെയ്ത് വിഷ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ സ്മൈൽ ചെയ്ത് തന്നെ നിൽക്കുക. ഓവർ സ്മൈലല്ല, ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിൽ. പിന്നെ മാക്സിമം ജെനുവിനിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. എത്രത്തോളം നമ്മൾ ജെനുവിനായി സംസാരിക്കുന്നുവോ, അതും കണ്ണിൽ നോക്കി സംസാരിക്കുന്നുവോ, അത്രത്തോളം അവർക്ക് നമ്മളെ കണക്റ്റ് ആവാൻ പറ്റും. നമ്മളുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ അവർക്ക് പറ്റും. പിന്നെ ഒരിക്കലും സെൽഫ് ഡൗട്ട് ഉള്ള രീതിയിൽ സംസാരിക്കരുത്. നമ്മളെ താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ വില കുറച്ചിട്ടോ എനിക്കത് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ ലോ കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ പാടില്ല. വാക്കുകൾ എപ്പോഴും പവർഫുൾ ആയിരിക്കണം. അതായത് കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് ഇങ്ങനെ ലോ ലെവലിൽ സംസാരിക്കുന്നത്. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. അടുത്തത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫേക്ക് ഇൻഫർമേഷൻസ് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മുന്നേ വർക്ക് ചെയ്ത കമ്പനിയെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയോ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഓവർ എക്സ്പ്ലനേഷനും അത് ബുദ്ധിമുട്ടാണ്. ഓവറായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ തന്നെ ഒരു ഫേക്ക് ഒരു രീതിയിൽ അവർ കാണാൻ തുടങ്ങും. അപ്പോൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാതെ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക എന്നുള്ളതാണ്. ആ ക്ലിയർ ആയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്തിങ് എക്സസൈസൊക്കെ കയറുന്നതിന് മുന്നേ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ക്ലിയർ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലാരിറ്റിയോടെ ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ്. അടുത്തത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ചെറിയ രീതിയിൽ സ്മൈൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ടെൻഷൻ അടിക്കുന്ന പോലെ ഫേസ് വെക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സ്മൈൽ എപ്പോഴും ഫേസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് ഓവർ ഡ്രാമാറ്റിക് ആവരുത്. ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞു, അല്ല ജെന്യുവിൻ ആവണമെന്ന് പറഞ്ഞു. അതുപോലെ ഓവർ ഡ്രാമാറ്റിക് ആവാതെ നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ അവിടെ പോയിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ പണ്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഭയങ്കര എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു അത്രത്തോളം ആ ജെനുവിനിറ്റി അവർക്ക് ഫീൽ ചെയ്യും, അവർക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവാൻ പറ്റും, റിലേറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ക്ലിയർ ആവാനും ജോബ് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പ്രൊഫഷണലായിട്ട് ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പക്ഷേ ഇതാണ് നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് ഇത് ഭയങ്കര എഫക്റ്റീവായിരിക്കും. പിന്നെ മൈൻഡ് കുറച്ചും കൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ള രീതിയിൽ പോരാ, കുറച്ചും കൂടെ എനിക്ക് കോൺഫിഡൻ്റ് ആവണം, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വേണം. കരിയറിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലേ, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി വേണം, പ്രാക്ടിക്കലായി ചിന്തിക്കാൻ കഴിയണം, പിന്നെ ടീം ബിൽഡ് ചെയ്യാൻ കഴിയണം, പിന്നെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയണം, കുറച്ച് നിങ്ങൾക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള കറേജ് വേണം. അങ്ങനെ കരിയർ ഫ്രീക്വൻസിയിലോട്ട് എത്താൻ അല്ലെങ്കിൽ കരിയറിലോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് വേണം. ആ രീതിയിലേക്ക് ഒരുപാട് എന്നെ മാറ്റണം എന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാലാണ് അതിന് പൂർണ്ണമായിട്ടുള്ള നിങ്ങളിലേക്ക് മാറ്റം ഉണ്ടാവുള്ളൂ, നിങ്ങൾ അറിയാതെ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ക്ലിയർ ആവാൻ കഴിയും. പക്ഷേ
ക്ലാസ്സിൽ ടെക്നിക്സും മെഡിറ്റേഷൻസും കാര്യങ്ങളും ഒക്കെ എൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് ഓവറോൾ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലാസ്സിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണം എന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? സൗണ്ട് നോളജ് വേണം. അടുത്തത് നേരത്തെ പറഞ്ഞു, കോൺഫിഡൻസ്, നല്ല രീതിയിൽ കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യണം. അത് നിങ്ങൾക്ക് 4:4:4:4 അല്ലെങ്കിൽ 4-7-8 ഏതെങ്കിലും ബ്രീത്തിങ് ടെക്നിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് ഐ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബോഡി ലാംഗ്വേജ് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഷോൾഡർ ഓപ്പൺ ചെയ്യുക, പോസ്ചർ എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രസ് കോഡ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോമൽ ടോക്ക് ചെയ്യരുത്, റിയലിസ്റ്റിക് ആവണം, ജെനുവിൻ ആവണം, ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കരുത്, സെൽഫ് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്യണം, ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പാടില്ല, ഓവർ ഡ്രമാറ്റിക് ആവരുത്, റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കണം. നമ്മൾ എത്രത്തോളം നമ്മളായി സംസാരിക്കുന്നു അത്രത്തോളം നമ്മളുടെ സോളാണ് അവിടെ ഹാപ്പി ആവുന്നത്. അത്ര നമുക്ക് സോൾ കണക്ഷൻ വരും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ലൈഫ് തന്നെ മാറാൻ തുടങ്ങും. എത്രത്തോളം ജെനുവിൻ ആവുന്നു അത്രത്തോളം നിങ്ങളുടെ ലൈഫ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാനുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.